പക്ഷെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം എവിടെയാണ്? മശായിഖന്മാരെ വിഷയത്തില് ആശാവഹമല്ലാത്ത നിലപാട് സ്വീകരിച്ചു. മൂപ്പര് പറഞ്ഞ എന്താ? മടവൂര് ശൈഖനാക്ക് ജദ്ബാണ്. സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഒരു മുത്താലിമ് ചോദിക്കുന്നുണ്ട്, ബറ കൂട്ടത്തിൽപ്പെട്ടെ ഇന്റർവ്യൂ നടത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, മടവൂർ ശൈഖുനാക്ക് ജദ്ബ് ഇല്ലാന്ന് ശൈഖുൻ എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ മൂപ്പര് പറയാണ്, അവൻ ജദ്ബിലായിരിക്കുന്നു. ഇയാളെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കേണ്ട ആശുപത്രി ഏതാ നിങ്ങൾ തീരുമാനിച്ചോളാം, ഞാൻ പറയണില്ല. ഞാൻ പറഞ്ഞിട്ട് വിഷമിപ്പിച്ചു, ആക്ഷേപിച്ചു, പരിഹസിച്ചു എന്നും പറയണ്ട. ഈ അരവട്ടൂരിയായ കുഞ്ഞഹമ്മദ് മൗലവി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. മടവൂർ ശൈഖുനാക്ക് ജദ്ബുണ്ട് എന്ന് പൊന്മള ഉസ്താദ് പറഞ്ഞു എന്നാണ് ഈ പഹയൻ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ മടവൂർ ശൈഖുനായെ ഏറ്റവും കൂടുതൽ അവഹേളിക്കും വിധം വീഡിയോ ഇറക്കുകയും എല്ലാ വീഡിയോയിലും മടവൂർ ശൈഖുനാക്ക് ജദ്ബുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പരത്തുകയും ചെയ്തത് സത്യത്തിൽ ആരാണ്? കുരുവട്ടൂരികളെ, നിങ്ങൾ സംരക്ഷണം നൽകുന്ന മടവൂർ കാഫില എന്ന് പറയുന്ന ചാനലിലൂടെയല്ലേ? മടവൂർ ശൈഖുനായെ ഏറ്റവും കൂടുതൽ മോശമാക്കിയവർ നിങ്ങളാണ്. ബിദഈകൾക്ക് ഏണി വെച്ചു കൊടുത്തത് നിങ്ങളാണ്. മടവൂർ കാഫില ചാനലിൽ വരുന്നതെല്ലാം കാണേണ്ടതും കേൾക്കേണ്ടതുമാണ് എന്ന് തെരുവുകളിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചത് നിങ്ങളല്ലേ? കുരുവട്ടൂരികളുടെ ഒരു അടുപ്പുംകല്ലായ പമ്പേസ് മൗലവി എന്നറിയപ്പെടുന്ന അബ്ദുസ്സമദ് മൗലവിയുടെ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. മടവൂർ കാഫില എന്ന ചാനൽ, ആ ചാനലിൽ ഒന്നുമില്ല. ശൈഖുനാൻ അനുഭവിച്ച മുഹിബ്ബീങ്ങൾ അനുഭവം പങ്കുവെക്കുന്നു, അതാ ഇതിൽ കേൾപ്പിക്കുന്നു. എന്താ ഇതിന് പ്രയാസം? ഇപ്പൊ ഈ കൊടുവള്ളി, ഓമശ്ശേരി ഭാഗത്തൊക്കെ ശൈഖുനാനെ കണ്ട ധാരാളം ആളുകളില്ലേ? ആ സംഭവങ്ങൾ പറയില്ലേ? അതേ അതിൽ നടക്കുന്നുള്ളൂ. അത് ഈ സമൂഹം കേൾക്കേണ്ടതല്ലേ? എത്ര ആളുകൾക്ക് പറയാനുണ്ട് ശൈഖുനാനെ കുറിച്ച്? ഈ മൗലവി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. മടവൂർ കാഫില എന്ന് പറയുന്ന ചാനലിൽ വരുന്നതെല്ലാം നാം കേൾക്കേണ്ടതും അതെല്ലാം പറയേണ്ടതും ജനങ്ങൾ അറിയേണ്ടതുമാണ് എന്നാണ്. എന്നാൽ ക്യാമറയും മൈക്കും തൂക്കിപ്പിടിച്ച് തോന്നുന്നവരുടെ ഇടയിലേക്കൊക്കെ കയറി ചെന്നുകൊണ്ട് മടവൂർ ശൈഖുനാക്ക് ജദ്ബുണ്ടായിരുന്നു എന്നും മറ്റു പല അവസ്ഥകളുണ്ടായിരുന്നു എന്നും പറഞ്ഞ് വീഡിയോ എടുത്ത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത് നിങ്ങൾ പറഞ്ഞ കാഫിലക്കാരനാണ്. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അങ്ങനത്തെ ഒരു അന്ന് വെച്ചാൽ അടിയേണ്ട ഒരു അടിക്കുന്ന ഒരു കാലഘട്ടം, ജദ്ബിന്റെ ഹാലുണ്ടല്ലോ, ആ ഹാലിലാണ് ഇവിടെ താമസിച്ചിരുന്നത്. നിങ്ങൾ കേട്ടല്ലോ, മടവൂർ ശൈഖുന ഇവിടെ താമസിച്ചിരുന്നത് ജദ്ബിന്റെ ഹാലുണ്ടായിരുന്ന സമയത്തായിരുന്നു എന്നാണ് കാപ്പിലക്കാരനോട് അദ്ദേഹം പറയുന്നത്. ഇനിയും ഒരുപാട് വീഡിയോകൾ ഇതുപോലെയുള്ളതുണ്ട്. കുറഞ്ഞ വീഡിയോകൾ മാത്രം നമുക്ക് കേൾപ്പിക്കാം. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് വട്ടൂരികളുടെ മൈക്കുകൾ എന്നറിയപ്പെടുന്ന 3 അടുപ്പുംകല്ലുകളാണ്. ദർസ് എത്ര കൊല്ലം മടവൂര് ദർസ് ഉണ്ടായിരുന്നു? ദർസ് ഇപ്പോ മൂപ്പര് ഹജ്ജ് കഴിഞ്ഞ് വന്നതിന്റെ ശേഷം ഒരു 1-2 കൊല്ലമായിട്ടുണ്ട്. ഇത്ര ഉള്ളത് ഉണ്ടായി. പിന്നെ പെണ്ണ് കെട്ടിയിട്ട് ഒരു അമ്മോനെ തന്നെ കെട്ടിയത്. അത് ഈ ഹാല് വന്നപ്പോ അത് ഒഴിവാക്കിയത്. ജീവിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ശൈഖുനാ അടുത്തുനിന്ന് എത്ര കൊല്ലം ഓതിയതിനു ശേഷമാണ്? ഞാനൊരു കൊല്ലത്തിന്റെ അടുത്ത് ഒരു കൊല്ലം വന്നപ്പോഴേക്ക് വേറെ ജദ്ബിന്റെ ഹാലത്തിലായിരിക്കും. അതെ അതെ. മടവൂർ ശൈഖുനായുടെ അടുക്കൽ 1 വർഷത്തോളം ഓതി പഠിക്കുകയും ആ 1 വർഷത്തിന്റെ അവസാനമെത്തിയപ്പോൾ മഹാനവറുകളുടെ ഹാല് മാറുകയും ജദ്ബിന്റെ ഹാലിലേക്ക് എത്തുകയും ചെയ്തു എന്ന് മഹാനവറുകളുടെ അരികിൽ ഓതി പഠിച്ചവർ തന്നെ പറയുന്നു. കുരുവട്ടൂരികളെ, ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് പോരെ സുന്നി പണ്ഡിതന്മാരുടെ നേരെ കുതിര കയറാൻ? സുന്നി പണ്ഡിതന്മാർ മഹാനായിരിക്കുന്ന CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ജദ്ബിന്റെ ഹാലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർക്ക് നേരെ കുതിര കയറുകയും
നിങ്ങളുടെ ചാനലിലൂടെ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കാശുണ്ടാക്കുകയും ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ അവസ്ഥ? ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെരുവായ തെരുവുകളിൽ തെണ്ടിത്തിരിഞ്ഞുകൊണ്ട് പ്രസംഗം നടത്തുന്ന വട്ടൂരികളെ ശംസുൽ ഉലമ ആദരിച്ചിരുത്തിയ ആളാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. എന്നാൽ ആ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. മർഹൂം ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. മഹാനായ CM വലിയുല്ലാഹി മജ്ദൂബായ വലിയായിരുന്നു എന്നാണ്. കുരുവട്ടൂരികളെ, നാളെ നിങ്ങൾ തെരുവിൽ സ്റ്റേജ് കെട്ടുമ്പോൾ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ തള്ളി പറയാൻ നിങ്ങൾ തയ്യാറാണോ? അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, അദ്ദേഹം CM വലിയുല്ലാഹിക്ക് എതിരാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? വട്ടൂരികളെ, നിങ്ങളൊന്ന് പറയണേ. ഈ വട്ടൂരികളെക്കാൾ CM വലിയുല്ലാഹിയെ ഇത്രയും മോശമായി ജനങ്ങൾക്ക് ചിത്രീകരിച്ചു കൊടുത്ത മറ്റൊരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. ആ രൂപത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചപ്പോഴാണ് മഹാന്മാരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ രൂപത്തിലുള്ള വീഡിയോകൾ എടുത്ത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കരുത് എന്ന്. അത് പറഞ്ഞപ്പോൾ ആ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളും ഔലിയാക്കൾക്കെതിരാണെന്നും തെരുവുകളിൽ പ്രസംഗിച്ചു നടന്നവർ. ഇനി കാണിക്കുന്ന 2 വീഡിയോകൾ നിങ്ങളൊന്ന് കാണുക. നോമ്പിനൊക്കെ ആണെങ്കിൽ ചായ ഇങ്ങനെ വാങ്ങിയിട്ട് കൊണ്ടുവരാൻ പറയും. ചായ വാങ്ങിയിട്ട് മൂപ്പരിങ്ങനെ വിളിച്ച് ബാക്കി കൊടുക്കും. അപ്പോൾ കുടിക്കുകയാണെങ്കിൽ കുടിക്കുകയാണെങ്കിൽ അപ്പൊ അള്ളാനാണോ പേടിക്കുന്നത് CM-നാണോ പേടിക്കുന്നത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. നോമ്പ് നോച്ചിട്ടാണല്ലോ റമദാന് പിടിക്കുന്നത്. പക്ഷെ മൂപ്പര് ശരീരം കുടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അത് കുടിക്കാത്ത വേറെ ഉണ്ടാവും ചിലപ്പോ. അത് നമുക്കറിയില്ലോ. അങ്ങനെ അക്കാലത്ത് അങ്ങനെ. പിന്നെ ചോദിച്ചു മോനെ ഇനി ഏടാ ഇതുവരെ എത്ര കാലം എന്നെ ഞാൻ കണ്ടിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മച്ചി ഇവിടെ ഇരിക്കും തന്നെ ആ കട്ടുമല്. അങ്ങനെ ഞങ്ങൾ അച്ചടി ഭാഷയാണല്ലോ. അതെ, നല്ല സാഹിത്യത്തിലല്ലേ. ഉമ്മച്ചി ഇവിടെ ഇരിക്കും തന്നെ. അങ്ങനെ ഞങ്ങൾ 3 അവിടെ ഇരുന്ന് കഴിഞ്ഞ് പറഞ്ഞ് ഞാനിങ്ങനെ നടന്ന് നാടുകാണി ചുരം നടന്ന് കയറി തന്നെ. അപ്പോൾ ആന വരുന്നേന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ആനയൊന്നും കണ്ടില്ല. ഞാനിങ്ങനെ പോയി എനിക്ക് വിശന്നിട്ട് ഞാൻ ഒരു ഭാഗത്ത് പിന്നെ നാരങ്ങന്റെ തോട് കൂട്ടിയിരുന്നു. അത് കുറേ തിന്ന് മുന്നോട്ട് പോയി. പിന്നെയും കുറേ അങ്ങോട്ട് പോയപ്പോൾ കരിമ്പിന്റെ ചണ്ടി അതെടുത്ത് തിന്നു കുറേ മുന്നോട്ട് പോയി. അങ്ങനെ പോയിട്ട് ഞാനൊരു ചർച്ച് കയറിയപ്പോൾ അവിടെയുള്ള ആള് എനിക്ക് വിഷം തന്നു. അപ്പം ഉമ്മച്ചി ഇനി എന്ത് ചെയ്തെന്ന് വെച്ചു. അത് ഞാൻ കുടിച്ചു തന്നെ. ഇത് ഡയറക്റ്റ് കേൾക്കുന്നില്ല, നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അത് ഞാൻ കുടിച്ചു തന്നെ. പിന്നെ പറഞ്ഞു ഇങ്ങനെ പോന്ന് തിരിച്ചു വരിക. അപ്പോൾ 1.5-2 മാസമായി ഉണ്ടാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇതുപോലെ തന്നെ ചണ്ടിയൊക്കെ തിന്ന് ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചു. പൈസ ഇല്ലാതെ തന്നെ അപ്പോൾ അവരെൻ്റെ തുപ്പിയെടുത്ത് വെച്ചു. പിന്നെ ഹോട്ടലിൽ കയറിയപ്പോൾ ഷർട്ട് അഴിച്ചെടുത്തു. വേറെ ഹോട്ടലിൽ കയറിയപ്പോൾ തുണി അഴിച്ചെടുത്തു. പിന്നീട് അപ്പം ദിവസം ഇങ്ങനെ കഴിയാണല്ലോ. പിന്നെ ഹോട്ടലിൽ കയറിയപ്പോൾ അവർ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു എനിക്ക് ഫാത്തിഹ അറിയാമെന്ന് ചോദിച്ചു. അങ്ങനെ ഫാത്തിഹ ഓതി കൊടുത്തു. പിന്നെ ചോദിച്ചു കുൽ ഹുവല്ലാഹു അറിയാമെന്ന് ചോദിച്ചു. അത് ഓതി കൊടുത്തു. പിന്നെ അവർ ചോദിച്ച് അതിൻ്റെ അർത്ഥം അറിയാമെന്ന് ചോദിച്ചു. അതും പറഞ്ഞു കൊടുത്തു. പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ട്രൗസർമേലാണ് ബത്തേരി എത്തുന്നത്. ബത്തേരി എത്തപ്പോൾ ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ അറിയുന്നുണ്ടല്ലോ. അങ്ങനെ അവർ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ലോറിയിൽ പടനേൽ തിറക്കി കൊടുത്ത് എന്നിട്ട് നടന്നിട്ട് ഇങ്ങനെ വന്ന് ഈ വയലിൽ ആ കുളത്തുനിന്ന് കുളിച്ചിട്ട്
അങ്ങനെ ആ കുളിച്ച് അങ്ങനെ തോളിയാൻ തോത്താണ്ട് പിന്നെ ചുറ്റുകത്തിൽ പൊരൻ മുന്നിൽ കൂടെ ഒരു ഇടണ്ട്. അതാണ് അവിടത്തേക്ക് യഥാർത്ഥമായ വഴി, മുന്നിൽ കൂടല്ല. അതിലിങ്ങനെ കയറി വന്ന് ഒന്നും കഴിഞ്ഞാണ് ഈ സംഭവം കണ്ടത്. ഈ സംഭവമൊക്കെ പറയാം. മഹാനായ കുത്തുബുൽ ആലം CM വലിയുല്ലാഹി റമളാനിൻ്റെ പകലിൽ ചായ കുടിക്കുന്നവരാണെന്നാണ് ഒന്നാമത്തെ വീഡിയോയിൽ നാം കണ്ടത്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ പറയാൻ പറ്റിയതാണോ? മറുപടി പറയണം കുരുവട്ടൂരികൾ. രണ്ടാമത്തെ വീഡിയോയിലുള്ളത് പറയുന്ന രണ്ടുപേരും കുരുവട്ടൂരികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും മറുപടി പറയേണ്ടതുമാണ്. മഹാനായ CM വലിയുല്ലാഹി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയും പണമില്ലാത്തതിൻ്റെ പേരിൽ മഹാനവറുകളുടെ ഷർട്ടും മുണ്ടും എല്ലാം അയച്ചെടുത്തു എന്ന് പറയുന്ന വളരെ മോശമായി CM വലിയുല്ലാഹിയെ ചിത്രീകരിക്കുന്നവർ, ഇത്രയും വൃത്തികെട്ടവർ കുരുവട്ടൂരികളല്ലാതെ മറ്റാരുമില്ല. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. മഹാനായ CM വലിയുല്ലാഹിയെ ഇത്രയും മോശമാക്കിയവർ കുരുവട്ടൂരികൾ മാത്രമാണ്. പണ്ഡിതന്മാരുടെ മേലിൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ഇവന്മാരുടെ ശ്രമം നാം കരുതിയിരിക്കുക. അള്ളാഹു നല്ലത് മനസ്സിലാക്കാനും ചിന്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മടവൂർ കാഫില എന്ന ചാനൽ, ആ ചാനലിൽ ഒന്നുമില്ല. ശൈഖുനാൻ അനുഭവിച്ച മുഹിബ്ബീങ്ങൾ അനുഭവം പങ്കുവെക്കുന്നു, അത് ഇതിൽ കേൾപ്പിക്കുന്നു. എന്താ ഇതിന് പ്രയാസം? ഈ കൊടുവള്ളി ഓമശ്ശേരി ഭാഗത്തൊക്കെ ശൈഖുനാനെ കണ്ട ധാരാളം ആളുകളില്ലേ? ആ സംഭവങ്ങൾ പറയില്ലേ? അതേ അതിൽ നടക്കുന്നുള്ളൂ. അത് ഈ സമൂഹം കേൾക്കേണ്ടതല്ലേ? എത്ര ആളുകൾക്ക് പറയാനുണ്ട് ശൈഖുനാനെ കുറിച്ച്?